الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
इस वक्त मैं हज़रत मसीह मौऊद अलैहिस्सलाम के चंद इक़्तिबासात पेश करूंगा। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം आपने अल्लाह ताला അള്ളാഹുവിന്റെ പൊരുളിനെക്കുറിച്ചും बारे में അവന്റെ മഹത്വത്തെക്കുറിച്ചും അവന്റെ സർവശക്തിയെക്കുറിച്ചും उसके ഏകത്വത്തെക്കുറിച്ചും പറഞ്ഞ ചില ഉദ്ധരണികൾ ഞാനിപ്പോൾ കേൾപ്പിക്കുന്നതാണ്. और वाहिद जगाना होने का मुकाम है। नीज ये भी അതേപോലെ സർവസൃഷ്ടികളുടെയും സ്രഷ്ടാവ് അവനാണ്. जो तमाम मखलूक का खालिक है, हर चीज को सुना है, എല്ലാം നശിക്കുമെങ്കിലും നാശമില്ലാത്തവൻ അവനാണെന്നും അതിൽ വിവരിച്ചിട്ടുണ്ട്. कि खुदा तक पहुंचने का जरिया ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം की जात है। ഇപ്പോഴുള്ളത് सल्लल्लाहु अलैहि वसल्लम की തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വം മാത്രമാണെന്നും ആ മഹാത്മാവ് വിവരിക്കുന്നു. हुस्न व एहसान में തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മാത്രമേ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. की कुदरतों को देखने के लिए അവന്റെ സൗന്ദര്യത്തിനും इस होकर അനുഗ്രഹ വരദാനത്തിനും തുല്യമായ മറ്റൊന്നുമില്ല. उसके അള്ളാഹുവിന്റെ ശക്തിപ്രഭാവങ്ങളെ ദർശിക്കാൻ അവനിലേക്ക് സർവാത്മന കുനിയേണ്ടത് അനിവാര്യമാണെന്നും പറയുകയുണ്ടായി. അവനെ ആരാധിക്കേണ്ടത് നിർബന്ധമാണ്. अगर ये हालत होती है इंसान की तो फिर दौड़कर खुदा ताला इंसान को गले लगाता है। ഈ ഒരവസ്ഥ മനുഷ്യൻ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഓടിവന്ന് മനുഷ്യനെ മാറോട് ചേർക്കുന്നതാണ്. अपने बड़े दर्द से फरमाया തന്റെ അനുഗ്രഹം അവനിൽ വർഷിപ്പിക്കുന്നതാണ്. जोड़ो ताकि വളരെ വേദനയോടുകൂടി ആ മഹാത്മാവ് പറയുകയുണ്ടായി, അങ്ങനെയുള്ള ദൈവവുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക. जगह ഇരുലോകവും ഇത് മുഖേന ശരിയാകുന്നതാണ്. का जो तमाम कायनातों का मालिक है, जिसको इस्लाम ने पेश किया है, ഇസ്ലാം उसकी क्या हकीकत है സമർപ്പിച്ച बारे में आप फरमाते हैं സർവലോക സ്രഷ്ടാവായ कि खुदा ജഗന്നിയന്താവിന്റെ പൊരുൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, यानी हर एक नूर ദൈവം जो बुलंद ഭൂമി ആകാശങ്ങളുടെ പ്രകാശമാണ്. വിണ്ണിലും മണ്ണിലും കാണുന്ന എല്ലാ പ്രകാശവും अजसाम में है, खा जाती है, खा अर्जी है, അത് ആത്മാവിലെ പ്രകാശമാണെങ്കിലും बातनी है, ശരീരങ്ങളിലെ പ്രകാശമാണെങ്കിലും സ്വന്തമാണെങ്കിലും അന്യരുടേതാണെങ്കിലും ബാഹ്യവും ആന്തരികവുമാണെങ്കിലും ബുദ്ധിപരമാണെങ്കിലും ബാഹ്യതലത്തിലാണെങ്കിലും എല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നൽകപ്പെട്ടതാണ്. उनमें नजर आता എല്ലാ പ്രകാശവും തന്നെ അള്ളാഹു നൽകിയതാണ്. ചില വ്യക്തികൾക്ക് അള്ളാഹു പ്രത്യേക ഗുണം നൽകാറുണ്ട്. खास आदमी को दी की खूबियां हैं, उनमें नजर आती हैं। ज़ाहिरी खूबियां हैं या छुपी हुई खूबियां हैं, ചില പ്രത്യേക ഗുണങ്ങൾ കാണാൻ സാധിക്കും. ബാഹ്യമായ ചില ഗുണങ്ങളും ഉണ്ടാകും, മറഞ്ഞിരിക്കുന്ന ഗുണങ്ങളും ഉണ്ടാകും, इंसान के बारे ബുദ്ധിപരമായ കഴിവുകളുണ്ടാകും, में किसी चीज की खूबसूरती नजर आ रही होती ബാഹ്യമായ സൗന്ദര്യങ്ങളുണ്ടാകും. है। अल्लाह ताला എല്ലാം फरमाया उसी के फैज का അള്ളാഹുവിന്റെ ये इस പ്രകാശത്താലാണ് ലഭിക്കുന്നത്. रब्बुल आलमीन का फैज ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നൽകപ്പെട്ടതാണ്. पर मुहित हो ഇത് സൂചന നൽകുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ പൊതുകാരുണ്യം എല്ലാ വസ്തുക്കളെയും വലയം ചെയ്യുകയാണ്. അവന്റെ കാരുണ്യത്തിൽ നിന്നും ആരും വിട്ടു നിർത്തപ്പെടുന്നില്ല. ലോകത്തുള്ള വസ്തുക്കളുടെ हुस्न नजर आता ഗുണങ്ങളും है। इंसान देखता है उसको സൗന്ദര്യങ്ങളും മനോഹാരിതയും മനുഷ്യൻ കാണുന്നു, അതിൽ നിന്നും ഗുണം ലഭിക്കുന്നു. എല്ലാ വസ്തുക്കളും തന്നെ അള്ളാഹുവിന്റെ പൊതുകാരുണ്യം കൊണ്ടാണ് നിലനിൽക്കുന്നത്. है कि वही तमाम അവന്റെ അനുഗ്രഹത്തിൽ നിന്നും ആരും വിട്ട് നിർത്തപ്പെട്ടിട്ടില്ല. का इल्लतुल अल എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉത്ഭവസ്ഥാനം അവനാണ്. എല്ലാ പ്രകാശങ്ങളുടെയും കാര്യകാരണവും അവനാണ്. उठते हैं, എല്ലാ കാരുണ്യങ്ങളുടെയും ഉറവിടം അവനാണ്. वही तो അവനാണ് എല്ലാ പ്രകാശങ്ങളുടെയും കാരണം. सबब और जरिया है, കാരുണ്യത്തിന്റെ वही है ഉറവ जहाँ से നിർഗളിക്കുന്നത് അവനിൽ നിന്നാണ്. रहमतों के चश्मे फूटते हैं। उसी की हस्ती हकीकी तमाम आलिम को
കാരുണ്യത്തിന്റെ ഉറവ അവനിൽ നിന്നും വരുന്നു. हकीकी तमाम आलिम അവന്റെ യഥാർത്ഥ അസ്തിത്വമാണ് എല്ലാ പ്രപഞ്ചത്തെയും നിലനിർത്തുന്നതും തകർന്നടിഞ്ഞവരുടെ ആശ്രയവും. दुनिया के कायम रखने के लिए और जो भी इसमें शिकस्त और इख्तिलाफ ലോകത്തെ നിലനിർത്തുന്നതും की तब्दीलियां വിജയപരാജയങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ എല്ലാം മടക്കം लौटती हैं. അവനിലേക്കാണ്. हर एक चीज को जुल्मत खाना अदम से बाहर निकाला, എല്ലാ വസ്തുക്കളെയും जो अंधेरों में पड़ी ഇല്ലാതിരുന്ന അന്ധകാരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നവൻ അവനാണ്. वजूद बख्शा. അന്ധകാരത്തിൽ ആയിരുന്ന വസ്തുക്കളെ പുറത്തേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് അവയ്ക്ക് അസ്തിത്വം നൽകി. कदीम हो അവന്റെ അസ്തിത്വമല്ലാതെ മറ്റൊരു അസ്തിത്വവും അനാദിയും അനുപേക്ഷണീയവുമായതായിട്ടില്ല. ज़ात में എപ്പോഴും ഉള്ള ഒരു അസ്തിത്വവും ഇവനല്ലാതെ മറ്റൊന്നില്ല. या അവനിൽ നിന്നും ഫലമെടുക്കാത്ത ഒരു അസ്തിത്വവും ഇല്ല. फाक और फ्लाक और इंसान और हैवान और शजर और हजर और शजर മറിച്ച് മണ്ണും വിണ്ണും മനുഷ്യനും ജീവികളും മണ്ണും മരവും ആത്മാവും ശരീരവും എല്ലാം അവന്റെ അനുഗ്രഹ കടാക്ഷം കൊണ്ടാണ് അസ്തിത്വത്തിൽ വന്നത്. इंसान भी ഈ ദുനിയാവും ആകാശവും മനുഷ്യനും जो है മൃഗങ്ങളും കല്ലും മണ്ണും മരങ്ങളും മനുഷ്യരും എല്ലാം वजूद में അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് അസ്തിത്വത്തിൽ വന്നത്. और ला शरीक होने के बारे में वजाहत फरमाते हुए അള്ളാഹുവിന്റെ ഏകത്വവും मौत फरमाते പങ്കുകാരനില്ലാത്തവനുമാണെന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, हसर अकली 4 किस्म पर है. ഒന്നിനോട് പങ്കു ചേർക്കുന്നത് ബുദ്ധിപരമായി നോക്കുമ്പോൾ 4 കാര്യങ്ങൾ കൊണ്ടാണ്. कभी नस्म में ചിലപ്പോൾ എണ്ണത്തിൽ പങ്കാളിയാകും, तासीर സ്ഥാനത്തിലാകാം, കുടുംബബന്ധത്തിലാകാം, പ്രവർത്തനത്തിലും സ്വാധീനത്തിലുമാകാം. ഈ അധ്യായത്തിൽ 4 किस्मों की അതായത് സൂറ ഇഖ്ലാസിൽ അള്ളാഹുവിന്റെ 4 തരത്തിലുള്ള പങ്കാളിത്തത്തെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. 2 या 3 नहीं, വളരെ വ്യക്തമായി പറഞ്ഞത് അവൻ എണ്ണത്തിൽ ഏകനാണ്, 2ഉം 3ഉം അല്ല എന്നാണ്. അവൻ സമതാണ്, അവന്റെ സ്ഥാനമാനത്തിലും इसके तमाम മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലും വേറിട്ടുള്ളവനാണ്. और खालिक അവനല്ലാതെ മറ്റെല്ലാം തന്നെ അസ്തിത്വത്തിൽ വന്നതും थोड़ा सा मुख्तसर ഇല്ലാതായിത്തീരുന്നതുമാണ്. ചിലപ്പോൾ വാക്കുകൾ പ്രയാസമുള്ളതായിരിക്കും, അതിന്റെ ഒരു വിശദീകരണം ഞാൻ നൽകുന്നതാണ്. यानी उसका कोई ഓരോന്നും അവനെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്നു. के उसका शरीक है, അവൻ ലം യലിദാണ്, അവനൊരു പുത്രനുമില്ല, മകൻ എന്ന നിലക്ക് അവന് പങ്കാളിയാകാൻ ആരുമില്ല. उसका कोई शरीक ലം യൂലദ് ആണ്, അവൻ ഒരു പിതാവുമില്ല, പിതാവ് എന്ന നിലയിലും അവന് ഒരു പങ്കാളിയുമില്ല. बराबरी करने वाला नहीं. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന്റെ പ്രവർത്തനത്തിൽ അവന് തുല്യതയുള്ള ഒന്നുമില്ല. അങ്ങനെ പ്രവർത്തനത്തിന്റെ കാര്യത്തിലും അവനോട് പങ്കു ചേർക്കാൻ ആരുമില്ല. അതിനാൽ 4 किस्म की ഈ വിധത്തിൽ मुनज़्ज़ह ഇവിടെ പറഞ്ഞിരിക്കുന്നത് ला शरीक അള്ളാഹു 4 തരത്തിലുള്ള പങ്കാളിയാക്കുന്നതിൽ നിന്നും പരിശുദ്ധനാണ്. अपने इसमें അവൻ ഏകനും പങ്കുകാരനില്ലാത്തവനുമാണ്. अकल की रूह से 4 किस्म पर ഇവിടെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് പങ്കു ചേർക്കൽ ബുദ്ധിപരമായി 4 അവസ്ഥയിലാണ്. हो सकती है किसी की ഒന്ന് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ മറ്റൊരാളോട് പങ്കു ചേർക്കുന്നത് 3, 4, 5 हों. दूसरे എണ്ണത്തിൽ 1, 2, 3, 4, 5 എന്നിങ്ങനെ ഉണ്ടാകുമ്പോഴാണ്. खानदान में രണ്ടാമത്തെ चौथे किसी काम के തരം സ്ഥാനമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തേത് കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 4 ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്വാധീനം കാണിക്കുന്നതിലൂടെ പറയുന്നു. അള്ളാഹു ഈ 4 തരം ശിർക്കിൽ നിന്നും മുക്തനാണ്. അള്ളാഹു ഈ ആയത്തിൽ വളരെ വ്യക്തമായി ഇത് പറയുന്നു. അവൻ അഹദാണ്, भी हो सकता है. എണ്ണത്തിൽ ഏകനാണ്, 2, 3, 4 എന്നൊന്നില്ല. അവൻ वही है जिसकी जरूरत हर वक्त സമതാണ്, मखलूक को है. എല്ലായ്പ്പോഴും जब भी उसकी സൃഷ്ടികൾക്ക് ആവശ്യമുള്ള അസ്തിത്വം അവനാണ്. किस चीज की जरूरत हो ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ जाया जाता है और जाया അവനിലേക്കാണ് या പ്രതീക്ഷ വെച്ചു നീങ്ങുക, जाता है അവനിലേക്കാണ് പോകേണ്ടത്. तरफ जाया
जाए ആവശ്യങ്ങൾ നിറവേറ്റാൻ അവന് പോലെ കഴിവുള്ള ഒരസ്തിത്വവും വേറെ ഇല്ല തന്നെ. കാരണം അവനിലേക്ക് തന്നെയാണ് അത് കാരണം പോകേണ്ടത്. वजह क्या है? बराबर क्यों नहीं कोई वजूद जो जरूरतें पूरी कर सके? കാരണമെന്തെന്നാൽ बयान फरमाया आपने कि उसके अलावा हर चीज ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റു അസ്തിത്വങ്ങൾ ഇല്ല എന്ന് പറയുന്നതിന് കാരണം അദ്ദേഹം വിവരിക്കുന്നു. മറ്റെല്ലാ വസ്തുക്കളും അസ്തിത്വത്തിൽ വന്നതാണ്, എന്നാൽ അള്ളാഹു ഉള്ളതാണ്. एक वक्त में അവൻ എന്നും ഏകനാണ്, എന്നും നിലനിൽക്കും. മറ്റെല്ലാം നശിക്കും. हर वजूद സൃഷ്ടികളെല്ലാം मखलूक है जिसके साथ पैदाइश भी है, ഉണ്ടാക്കിയിട്ടുള്ളതാണ്. लेकिन खुदा ताला हमेशा से है और हमेशा അത് ഇവിടെ ജനിച്ചിട്ടുള്ളതാണ്, അത് നശിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹു എന്നെന്നും ഉള്ളതാണ്, എപ്പോഴും ഉണ്ടായിരിക്കും. ജനിച്ചതും അത് കാരണം ഇല്ലാതാകുന്നതും കൊണ്ട് മറ്റെല്ലാ വസ്തുക്കളും തന്നെ താൽക്കാലികമാണ്, वो अपनी അല്പം സമയത്തേക്കാണ്. അങ്ങനെയുള്ളവ നമ്മുടെ ना किसी को मुहैया करवा എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയാത്തവരാണ്. सके, सामान मुहैया ना कर सके, എല്ലാവർക്കും നിറവേറ്റി കൊടുക്കാനും കഴിയില്ല. എല്ലാ വസ്തുക്കളും നൽകാൻ കഴിയാത്തവർക്ക് की जरूरत है ഒരു ദൈവത്തിന്റെ ആവശ്യമാണുള്ളത്. और हमेशा रहेगा. जिसने ये ऐलान किया है ആ ദൈവം എന്നെന്നും ഉള്ളതായിരിക്കണം, എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കണം. सामान അവൻ ഇപ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നു: എന്റെ സൃഷ്ടികളുടെ ജീവൻ നിലനിർത്തുന്നതിനായി मुहैया जाना चाहिए. അതിനാവശ്യമുള്ള വസ്തുക്കൾ സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ മാത്രമേ ആശ്രയിക്കാൻ ये मानी है കൊള്ളുകയുള്ളൂ. से समत. അവനെയാണ് ആശ്രയിക്കേണ്ടതും. फिर नसब की बात की, സമദ് എന്നുള്ളതിന്റെ വിശദമായ അർത്ഥമാണിത്. लम यलिद തുടർന്ന് കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു. वलम युलद, അള്ളാഹു പറയുന്നു, आपने ലം യലിദ്, बस नसब नस्ल से അവനൊരു പുത്രനുമില്ല. വലം യൂലദ്, അവനൊരു പിതാവുമില്ല. കുടുംബ ബന്ധങ്ങളിൽ നിന്നും മുക്തനാണ് അവൻ, അതിനാൽ അവന് ഒരു പങ്കാളിയും ഉണ്ടായിട്ടില്ല. നാലാമത്തെ കാര്യം मुंह में അള്ളാഹു പറഞ്ഞത് बराबरी करने वाला नहीं, ലം യകുല്ലഹു കുഫൻ അഹദ്, करने वाला नहीं, പ്രവർത്തനങ്ങളിൽ അവനെ കിടപിടിക്കാൻ ആരുമില്ല. कोई काम कर सकता है കിടപിടിക്കാൻ ആരുമില്ലാത്തതിനാൽ ऐश അള്ളാഹുവിനെ പോലെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. या हो सकता है. പ്രവർത്തന ഫലവും भी അതിന്റെ സ്വാധീനം ഉണ്ടാക്കുക എന്നതും ആരുടെയും കഴിവിൽപ്പെട്ടതുമല്ല. और बड़े फख्र से ഭൗതിക പ്രവർത്തകർ कर दिया തങ്ങളുടെ പ്രവർത്തനത്തിൽ ഊറ്റനടിക്കാറുണ്ട്. को भी ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നെല്ലാം അഹങ്കാരത്തോടുകൂടി പറയുകയും ചെയ്യും. അതിന്റെ ഫലം പ്രകടമാക്കുക എന്നത് बल्कि അവരുടെ കഴിവിൽപ്പെട്ടതല്ല. के तहत പ്രകൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ मेहनत का सिला मिल रहा होता है, जो मेहनत वो करता है. മനുഷ്യന് അതിന്റെ ഫലമെടുക്കുകയാണ് ചെയ്യുന്നത്. और रब भी അള്ളാഹു പരിപാലകനാണ്, उसकी रुबूबियत और रहमानियत का फैल കരുണാനിധിയാണ്. അവന്റെ റുബൂബിയത്തിന്റെയും റഹ്മാനിയത്തിന്റെയും അനുഗ്രഹങ്ങളും മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് അവന്റെ സമീപത്തേക്ക് വരികയും അവന്റെ മുമ്പിൽ കുമ്പിടുകയും ചെയ്യാത്ത മനുഷ്യൻ നിർഭാഗ്യവാനാണ്. और में പലരും അവനിൽ നിന്നും വിദൂരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. इसी सूरत ലക്ചർ ലാഹോർ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ സർവശക്തിമാനാണെന്നും അവന്റെ തൗഹീദിനെ കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, बारे में फरमाता है, വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ അതിമഹത്തായ ഗുണങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. तो अपनी जात നീ പറയുക, അള്ളാഹു ഏകനാണ്, ना कोई जात उसकी जात जैसी अजली और अबदी है, ना അവൻ തന്റെ സാത്തിലും സിഫത്തിലും ഏകനാണ്, നിരാശ്രയനാണ്. इंसान का इल्म അവൻ किसी मोलम का मोहताज है. അള്ളാഹുവിന്റെ സിഫത്തിന് അനുഗുണമായി മറ്റൊരു സിഫത്തുമില്ല. कोई इल्म सिखाने वाले की जरूरत है. എന്നാൽ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവന് സമാനമായി മറ്റൊന്നുമില്ല. അതായത് ദൈവം തന്റെ സത്തയിലും ഗുണത്തിലും ഏകനാണ്. मोलम का मोहताज नहीं. അവനെപ്പോലെ और बाई हम അനാദ്യന്തനായി ആരും തന്നെയില്ല. മനുഷ്യന് ജ്ഞാന സമ്പാദനത്തിന് ഒരു ഗുരുനാഥന്റെ ആവശ്യമുണ്ട്. हवा की എന്നാലും ആ ജ്ഞാനം ഒരു പരിധിക്കുള്ളിൽ അടങ്ങിയിരിക്കും.
എന്നാൽ ദൈവത്തിന് ഒരു ഗുരുനാഥന്റെയും ആവശ്യമില്ല. അവന്റെ ജ്ഞാനം സീമാതീതമാണ്. മനുഷ്യന്റെ ശ്രവണശക്തിക്ക് വായുവിന്റെ ആവശ്യമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശ്രവണശക്തിക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ല, പരിമിതവുമല്ല. മനുഷ്യന്റെ ദൃശ്യശക്തിക്ക് സൂര്യന്റെയോ ഇതര പ്രകാശത്തിന്റെയോ ആവശ്യമുണ്ട്. അത് ഒരു പരിധിവരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവം സ്വന്തമായ പ്രകാശത്താലാണ് കാണുന്നത്, അപരിമിതവുമാണ്. അതേപ്രകാരം മനുഷ്യന് എന്തെങ്കിലും നിർമ്മിക്കുവാൻ ധാതുവിന്റെ ആവശ്യമുണ്ട്, അതിന് സമയത്തിന്റെയും ആവശ്യമുണ്ട്. എന്നാൽ അതും പരിമിതമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന് ഏതെങ്കിലും ധാതുവിന്റെ ആവശ്യമോ സമയത്തിന്റെ ആവശ്യമോ ഇല്ല, സീമാതീതവുമായിരിക്കും. കാരണം അവന്റെ എല്ലാ ഗുണങ്ങളും നിരുപമമാണ്. അവനെപ്പോലെ മറ്റൊരുവൻ ഇല്ലാത്തതുപോലെ തന്നെ അവന്റെ ഗുണങ്ങൾക്കും തുല്യതയില്ല. അവന്റെ ഏതെങ്കിലും ഒരു സിഫത്തിൽ ന്യൂനതയുണ്ടെന്ന് നിരൂപിക്കപ്പെട്ടാൽ അത് അവന്റെ ഇതര ഗുണങ്ങളെയും ബാധിക്കുന്നതാണ്. അത് അവന്റെ ഏകത്വത്തെ നിലനിർത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അവൻ തന്റെ സത്തയെപ്പോലെ തന്റെ എല്ലാ ഗുണങ്ങളിലും അതുല്യനും അന്യൂനനും ആയിരിക്കേണ്ടതാണ്. പ്രസ്തുത വിശുദ്ധ ഖുർആനിലെ അധ്യായത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്നത്, ദൈവം ആരുടെയും മകനല്ല, ആരും അവന് മകനായിട്ട് ഇല്ലതാനും. കാരണം അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ല. അവന് ഒരു പിതാവിന്റെയോ പുത്രന്റെയോ ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഒരു തൗഹീദിന്റെ ഏകത്വത്തിന്റെ പാഠമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത്. സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിന് വിശുദ്ധ ഖുർആന്റെ ഒരായത്തിന്റെ വെളിച്ചത്തിൽ ബുദ്ധിപരമായ തെളിവ് നൽകിക്കൊണ്ട് പറയുന്നു. ഇതിനുശേഷം അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണെന്നതിന് ബുദ്ധിപരമായ തെളിവ് നിരത്തിക്കൊണ്ട് പറയുന്നു, ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. फिर अंबिया की आयत 23 है, फिर फरमाया वमा काना माहू मिन इलाह. സൂറ അംബിയായിൽ 23 ആയത്താണിത്. വമാ കാന മഅഹു മിൻ ഇലാഹിൻ. സൂറ മുഅ്മിനൂനിലെ ആയത്താണ്. ആകാശഭൂമികളിൽ സമ്പൂർണനായ അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവവും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടും തകരുമായിരുന്നു. കാരണം ദൈവങ്ങളുടെ ആ സംഘം പരസ്പരം എതിരായി പ്രവർത്തിച്ചേക്കാം. ഇങ്ങനെയുള്ള ഭിന്നത കാരണം പ്രപഞ്ചത്തിൽ കുഴപ്പം ഉണ്ടാകും. വ്യത്യസ്ത സൃഷ്ടാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരിൽ ഓരോരുത്തരും താൻ സൃഷ്ടിച്ചതിന്റെ ഗുണകാംക്ഷിയായി മാറുകയും അവയുടെ സുഖത്തിനായി മറ്റുള്ളവയെ ഇല്ലാതാക്കാനായി ശ്രമിക്കുകയും ചെയ്തേക്കാം. ഇതും പ്രപഞ്ചം നാശമടയുന്നതിന് കാരണമാകുന്നതാണ്. അതിനാൽ ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടാകുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ചില സിഫത്തുകളെ പരാമർശിക്കുന്നുണ്ട്. അതിന് അല്പം വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു, ഏതൊരു ദൈവത്തിലേക്കാണോ വിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത് ആ ദൈവത്തിന്റെ ഗുണങ്ങൾ ഇവയാണ്. ഹുവല്ലാഹുല്ലസീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം മാലികി യൗമിദ്ദീൻ അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ അൽ ഹയ്യുൽ ഖയ്യൂം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതായത് ആരാധനയ്ക്കും അനുസരണത്തിനും അർഹനായ താനല്ലാതെ മറ്റാരുമില്ലാത്ത ഏകനായിരിക്കുന്നവനത്രേ ദൈവം. ഈ വചനത്തിൽ ദൈവത്തിന് ഒരു പങ്കാളിയുമില്ലെന്ന് ദ്യോതിപ്പിച്ചിരിക്കുന്നത് അവൻ നിസ്തുലനും ഏകമാത്രനും അല്ലെന്ന് വരികിൽ അവന്റെ ശക്തി ഒരിക്കലും കൂട്ടുകാരന് അധീനപ്പെട്ടു പോകാനും അങ്ങനെ അവന്റെ ദൈവത്വം നഷ്ടമായി പോകാനും സംഗതിയാകുമെന്നതുകൊണ്ടാണ്. തന്നെയുമല്ല, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ സകല ഗുണസമ്പൂർണനാണെന്ന് സ്പഷ്ടമായി വെക്കുന്നതിനു വേണ്ടിയാണ്.
ഗുണവൈശിഷ്ട്യങ്ങളുടെ ആധിക്യത്തെ ആസ്പദമാക്കി സൃഷ്ടികളിൽ ഒന്നിനെ ദൈവമായി തിരഞ്ഞെടുക്കുവാൻ വിചാരിക്കുകയോ ദൈവത്തിനുണ്ടായിരിക്കേണ്ടുന്ന ശ്രേഷ്ഠ ഗുണങ്ങളെയെല്ലാം വിഭാവനം ചെയ്യുകയും ചെയ്യുന്ന പക്ഷം അങ്ങനെയുള്ള സകല ശ്രേഷ്ഠ ഗുണങ്ങളാലും വിശേഷണങ്ങളാലും വിഭൂഷിതനായി സ്വയം പരിപൂർണനായി അത്യുന്നതനായിരിക്കുന്നവനാകുന്നു ദൈവം. തന്നിമിത്തം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ആരാധനാദി ഭക്തി പ്രകടനങ്ങൾക്ക് സൃഷ്ടികളിൽ ആരെയെങ്കിലും പങ്കാളിയാക്കുക എന്നത് എത്രയും വലിയ അന്യായമാകുന്നു. പറയുന്നു ആലിമുൽ ഗൈബ്, അതായത് തന്റെ തത്വം താൻ മാത്രം അറിയുന്ന അന്തര്യാമിയാണ് അവൻ. അവന്റെ തത്വത്തെ പരിമിതമായ മനുഷ്യശക്തിക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിക്കുന്നതല്ല. സൂര്യചന്ദ്രാദി സൃഷ്ടവസ്തുക്കളുടെ സ്വരൂപം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിന്റെ സത്തയെ സമഗ്രമായി കാണാൻ സാധ്യമല്ല. തുടർന്ന് പറയുന്നു ആലിമു ഷഹാദ, തനിക്ക് ഒന്നും ഗോപ്യമായിരിക്കാതെ സർവവും വ്യക്തമായി അറിയുന്നവൻ എന്നു തന്നെ. സൃഷ്ടിവസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനെ അവൻ അറിയാതിരിക്കുക എന്നത് അവന്റെ ദൈവത്വത്തിന് നിരക്കാത്തതാകുന്നു. അതിനാൽ അവൻ പ്രപഞ്ചത്തിലെ പരമാണു സകലത്തെയും സസൂക്ഷ്മം കാണുകയും അറിയുകയും ചെയ്യുന്നു. എന്നാൽ ഒരു മനുഷ്യന് സാധ്യമല്ല. ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ അവസാനവും ഖിയാമവും എപ്പോഴാണെന്നും ദൈവമല്ലാതെ മറ്റാരും അറിയുന്നില്ല. അവനത്രേ സകലത്തിന്റെയും കാലനിർണയം പൂർണ്ണമായും അറിയുന്നത്. പറയുന്നു ഹുവർ റഹ്മാൻ, അതായത് അവന് സമസ്ത ജീവജാലങ്ങളുടെയും സൃഷ്ടിസ്ഥിതിക്കു മുമ്പേ അവയുടെ സുഖസൗകര്യങ്ങൾക്ക് ആവശ്യമായ സകല സാധനങ്ങളും ഒരു കർമ്മത്തിനുമുള്ള പ്രതിഫലമായിട്ടല്ലാതെ തന്റെ കൃപാതിരേകത്താൽ മാത്രം തയ്യാർ ചെയ്തിട്ടുള്ളവനാണ്. അവൻ നമ്മുടെ ഉത്ഭവത്തിനും കർമ്മത്തിനും മുമ്പേ തന്നെ നമ്മുടെ ആവശ്യാർത്ഥം സൂര്യാധിഭാസുരങ്ങളായ ഗോളങ്ങളെയും പ്രവിശാലമായ ഭൂമിയെയും അതിലെ സംഖ്യാതീതങ്ങളായ അനുഗ്രഹ വസ്തുക്കളെയും തയ്യാറാക്കി തന്നുകൊണ്ട് തന്റെ നിസ്സീമമായ കൃപ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ ഈ കൃപാതിരേകത്തിന് റഹ്മാനിയത്ത് എന്നും ആ സർവദാതാവിന് അർ റഹ്മാൻ അഥവാ കൃപാനിധി എന്നുമാണ് വിശുദ്ധ ഖുർആൻ ആവരണം ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ റഹ്മാനിയത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തുടർന്ന് പറയുന്നു അർ റഹീം, അതായത് സൽക്കർമ്മങ്ങൾക്ക് സൽഫലം നൽകുന്നവനും ആരുടെയും പ്രയത്നത്തെ നിഷ്ഫലമാക്കാത്തവനുമായ കാരുണ്യവാൻ. ദൈവത്തിന്റെ ഈ കാരുണ്യ പ്രകടനത്തിന് റഹീമിയത്ത് എന്നും അതിന്റെ നിലയനമായ ആ ദയാകരന് അർറഹീം എന്നും പറയുന്നു. തുടർന്ന് പറയുന്നു മാലിക് യൗമുദ്ദീൻ, അഥവാ പ്രതിഫലം നൽകപ്പെടുന്ന ദിനത്തിന്റെ അധിപൻ, അതായത് കർമ്മഫലമാകുന്ന ശിക്ഷാരക്ഷക്കുള്ള സർവാധികാരം കയ്യിലിരിക്കുന്നവൻ. അവൻ തന്നെയാണ് സർവ്വലോകത്തിന്റെയും വിധികർത്താവ്. തനിക്ക് സൃഷ്ടികളുമായി ഒരു ബന്ധമില്ലാതിരിക്കുമാറ് ഭൂമിയുടെയും ആകാശത്തിന്റെയും അധിനായകത്വം മറ്റാർക്കെങ്കിലും അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയോ സ്വതന്ത്രമായി ലോകത്ത് ശിക്ഷാരക്ഷ നടത്താനുള്ള കർത്തൃത്വം ആർക്കെങ്കിലും ഒഴിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പറയുന്നു അൽ മലിക്കുൽ ഖുദ്ദൂസ്, അതായത് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ഉപരിയായി പരിശുദ്ധനായിരിക്കുന്ന രാജാവ്. ഭൗതികമായ രാജ്യത്വമാകട്ടെ ദോഷരഹിതമോ അന്യൂനമോ ആണെന്ന് പറയാവുകയില്ല. എന്തെങ്കിലും ന്യൂനത അതിലുണ്ടാകും. ഒരു രാജ്യത്തിലെ പ്രജകളെല്ലാം അവിടം ഉപേക്ഷിച്ച് അന്യദേശത്തെ കുടിയേറിപ്പാർക്കുവാൻ ഓടിപ്പോകുന്ന പക്ഷം ആ ഉപേക്ഷിത രാജ്യത്തെ ഭരണാധികാരിക്ക് പിന്നെ എന്ത് രാജ്യത്വമാണ് ശേഷിക്കുക? അഥവാ ഭയങ്കരമായ ക്ഷാമബാധ നിമിത്തം പ്രജകളെല്ലാം നികുതി കൊടുക്കുന്നതിന് തീരെ അശക്തരായിത്തീരുന്നതായാൽ ആ രാജ്യത്തിലെ രാജാവിന്റെ നില എന്തായിരിക്കും? അപ്രകാരം തന്നെ പ്രജകളേവരും രാജാവിനെതിരായി ഇളകിപ്പുറപ്പെടുകയും അവർ അദ്ദേഹത്തിന്റെ രാജ്യത്വത്തെ ചോദ്യം ചെയ്യുകയും തുടങ്ങിയാൽ ആ ഭരണാധികാരിയുടെ അധികാരം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് ലോകത്ത് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കുഴപ്പങ്ങളല്ലേ ഇന്ന് ലോകത്ത് കാണുന്നത്. ഭരണീയരും ഭരണാധികാരിയും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. പറയുന്നു എന്നാൽ സർവസമർത്ഥനായി സർവാധിനാഥനായി വാഴുന്ന ദൈവത്തിന്റെ രാജ്യത്വം ഇങ്ങനെയുള്ളതല്ല. അവന്റെ ഭരണാധികാരം ഭൗതികമായ രാജാധികാരത്തിൽ നിന്നും കേവലം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അവനാകട്ടെ സമസ്ത പ്രപഞ്ചത്തെയും ഒറ്റപ്പാടെ നശിപ്പിക്കുന്നതിനും വീണ്ടും പുതുതായി സൃഷ്ടി സഞ്ചയങ്ങളെ ഉത്ഭവിപ്പിക്കുന്നതിനും കഴിവുള്ള കർത്താവത്രേ. അവൻ ഇങ്ങനെ സർവശക്തനായ സൃഷ്ടാവല്ലായിരുന്നുവെങ്കിൽ അവനു അന്യായവും അക്രമവും കൊണ്ടല്ലാതെ തന്റെ ഭരണം നടത്തുവാൻ കഴിയുമായിരുന്നില്ല.
എന്തുകൊണ്ടെന്നാൽ പുതുതായി സൃഷ്ടിക്കുവാൻ കൈവറ്റവനാണെന്ന് വരികിൽ സൃഷ്ടിലോകത്തിനും ഒരിക്കൽ മോചനവും മുക്തിയും നൽകിയതിനു ശേഷം ആ ആദ്യ സൃഷ്ടിയെ തന്നെ വീണ്ടും ജഡലോകത്തേക്ക് അയക്കേണ്ടതിനും അവരിൽ നിന്നും അന്യായമായ നിലയിൽ അവരുടെ മുക്തി തിരിച്ചെടുക്കാൻ അവൻ നിർബന്ധിതനായിത്തീരുന്നതാണ്. ഈ നില അവന്റെ ദൈവത്വത്തിൽ കളങ്കം ചാർത്തുന്നതും അവന്റെ രാജ്യത്വം ഭൗതികമായ രാജ്യത്വത്തെ പോലെ ന്യൂനതാപൂർണമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ്. രാജഭരണത്തിനായി ഭരണാധികാരികൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ എപ്പോഴും ന്യൂനതയുള്ളതായിരിക്കും. അവർ സ്വാർത്ഥ താൽപര്യങ്ങളെ പുലർത്തുന്നതിനും അന്യായ മാർഗം സ്വീകരിക്കണമെന്നും കാണുമ്പോൾ കൂസലന്യെ അതിനെ രാജ്യനീതിയായി പരിഗണിക്കുന്നു. ഇക്കാലത്തും ഇതെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃഷ്ടാന്തമായി കപ്പലിനെ രക്ഷിക്കുന്നതിന് നൗകയെ അതിലെ ആളുകളോടൊപ്പം നശിപ്പിച്ചു കളയുവാൻ ഈ രാജനിയമം അനുവദിക്കുന്നുണ്ട്. പരിശുദ്ധനായ ദൈവത്തിനാകട്ടെ ഇങ്ങനെയുള്ള കഠിനക്രിയകളുടെ ആവശ്യമേയില്ല. അതിനാൽ ദൈവം സർവശക്തനും നാസ്തിയായ അവസ്ഥയിൽ നിന്നും സൃഷ്ടിയെ ഉത്ഭവിക്കുന്നവനുമല്ലായിരുന്നുവെങ്കിൽ ബലഹീനരായ രാജാക്കന്മാരെ പോലെ അവനും തന്റെ ശക്തിയെ നടത്തുന്നതിന് അന്യായ മാർഗം സ്വീകരിക്കേണ്ടി വരികയോ അഥവാ അവൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നതിന് തന്റെ ദൈവത്തെ തന്നെ കൈവേടിയേണ്ടി വരികയോ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാകുന്ന കപ്പൽ പൂർണ്ണ പ്രഭാവത്തോടുകൂടി നീതിയുടെയും ന്യായത്തിന്റെയും സമുദ്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് പറയുന്നു, അസ്സലാം, അതായത് ഊനങ്ങളിലും അരിഷ്ടതകളിലും കഷ്ടതകളിൽ നിന്നും അതീതനും നിർബാധനുമായ രക്ഷാപ്രധാനിയാകുന്ന ദൈവം. ഈ വിശേഷണ നാമത്തിന്റെ വിവക്ഷിതം എത്രയും സ്പഷ്ടമാണ്. സൃഷ്ടികളോടൊപ്പം ദൈവം താനും കഷ്ടാരിഷ്ടതകൾക്ക് വിധേയനാവുകയും ലോകരുടെ കൈയാൽ താണ്ഡനവും പീഡനവും സഹിക്കേണ്ടി വരികയും ഉദ്ദേശങ്ങൾ സാധിക്കാതെ പരാജിതനാവുകയും ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ദൈവം നമുക്ക് ആപൽക്കാലത്ത് സഹായവും രക്ഷയും നൽകുവാൻ സമർത്ഥനാണെന്ന് വിശ്വസിച്ച് ആശ്വാസം കൊള്ളാവുന്നതെങ്ങനെ? കൃത്രിമ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലദീന യഅ്തദൂന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വല യസ്തമഉ ലഹു വഇൻ യസ്ലുബുഹും ദുബാബു ശൈഅൻ ലാ യസ്തൻഖിസൂഹു മിൻഹു ളഅഫ അത്താലിബു വൽ മത്ലൂബ് മാ ഖദറുല്ലാഹി ഹഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ സഹായമർത്ഥിക്കുന്ന കൃത്രിമ ദൈവങ്ങളൊക്കെ ഒത്തുചേർന്നാലും അവർക്കൊരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധിക്കില്ല. എന്നല്ല, ഈച്ച അവരുടെ കയ്യിൽ നിന്നും വല്ല സാധനവും തട്ടിക്കൊണ്ടു പോകുന്നുവെങ്കിൽ അവർക്ക് അതിന്റെ പക്കൽ നിന്ന് ആ സാധനം തിരിച്ചെടുക്കുവാനും സാധിക്കുകയില്ല. ഇങ്ങനെയുള്ളവരെ ആരാധിക്കുന്നവർ വിവേകം കുറഞ്ഞവരും ആ കൃത്രിമ ദൈവങ്ങൾ ശക്തിഹീനരുമാണ്. സാക്ഷാൽ ദൈവമാകട്ടെ ശക്തന്മാരിൽ വെച്ച് ഏറ്റവും ശക്തനും എല്ലാത്തിനെയും ജയിച്ചടക്കുന്നവനുമാകുന്നു. അവൻ അടിക്കപ്പെടാവുന്നവനോ പിടിക്കപ്പെടാവുന്നവനോ അല്ല. ദൈവത്തെ സംബന്ധിച്ചും അബദ്ധധാരണക്ക് വശകരായിട്ടുള്ളവർ ദൈവത്തിന്റെ മഹത്വം ഗ്രഹിക്കുകയോ അവന്റെ സ്ഥാനം നന്നായി അറിയുകയോ ചെയ്യുന്നില്ല. തുടർന്ന് പറയുന്നു, അൽ മുഅ്മിൻ, അതായത് സമാധാനവും അഭയവും പ്രദാനം ചെയ്യുന്നവനും തന്റെ ഏകത്വത്തിലും ശ്രേഷ്ഠത്വത്തിലും തെളിവുകൾ നൽകി ശാന്തിയേകുന്നവനുമായ ദൈവം. ആ പാവനനാമം സൂചിപ്പിക്കുന്നത് സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ തന്റെ പക്കൽ അഖണ്ഡ്യമായ തെളിവുകളുള്ളതുകൊണ്ട് ഒരു ജനത്തിന്റെയും മുമ്പിൽ നമ്രമുഖരാകേണ്ടി വരികയില്ല എന്നാണ്. അവൻ ദൈവത്തിന്റെ മുമ്പിലും ലജ്ജിതനാകേണ്ടി വരികയില്ല. എന്നാൽ കൃത്രിമ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ സദാ ക്ലേശഭരിതരായിരിക്കും. അവൻ തന്റെ വിശ്വാസധർമ്മത്തിന്റെ തെളിവിലേക്ക് സാക്ഷ്യങ്ങൾ കാണിക്കുന്നതിന് പകരം അതിനെ യുക്തിയാതീതമായ രഹസ്യ തത്വത്തിൽപ്പെടുത്തി തൃപ്തിയടയുകയും തന്റെ അബദ്ധജടിലമായ ഓരോ പ്രസ്താവനയെയും പരിശോധനാ ദൃഷ്ടിയിൽ നിന്നും മറച്ചുകളയുകയും ശ്രമിക്കുന്നതാണ്. അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്നു. അവൻ എല്ലാത്തിന്റെയും രക്ഷാപരിപാലകനും സകലത്തിനെയും ജയിക്കുന്ന പ്രതാപശാലിയും സർവ ഊനങ്ങളും അറ്റകുറ്റങ്ങളും തീർത്തരുളുന്ന ന്യൂനതാ പരിഹാരിയും ആരിൽ നിന്നും ഒരാവശ്യവുമില്ലാത്തവനുമായി എല്ലാവർക്കും അവലംബമായിരിക്കുന്ന പ്രഭാവശാലിയുമാകുന്നു. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ അസ്മാഉൽ ഹുസ്ന. അവൻ ശരീരങ്ങളെ സൃഷ്ടിക്കുന്നവനും ആത്മാക്കളെ ഉൽപ്പാദിപ്പിക്കുന്നവനും ഗർഭത്തിലുള്ള കരുക്കളെ ഭാഷപ്പെടുത്തുന്നവനും ആയ ദൈവമത്രേ. സകല ഉത്കൃഷ്ടനാമങ്ങളും അവനുള്ളതാകുന്നു. യുസബ്ബിഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം. ആകാശമണ്ഡലങ്ങളിലും ഭൂമിയിലുള്ളവർ അവന്റെ മഹത്വം പ്രകീർത്തിക്കുകയും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അവൻ സർവവല്ലഭനും സർവജ്ഞനുമാണ്. ഈ വാക്യം ആകാശഗോളങ്ങളിലും പാർപ്പുകാരുണ്ടെന്ന് അവർ ദൈവത്തിന്റെ മാർഗദർശനത്തിൽ വർത്തിക്കുന്നവരാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു ഗോളങ്ങളിലും ജനവാസമുണ്ട്.
വീണ്ടും ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ള സർവശക്തവാനാണ്. रब्बिल आलमीन। ഈ വാക്യം സത്യദൈവത്തെ വണങ്ങുന്നവർക്കൊരു സാന്ത്വന വചനമാണ്. എന്നാൽ ദൈവം അശക്തനും ബലഹീനനും ആയിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ദൈവത്തിൽ നിന്നും മനുഷ്യന് എന്ത് ആശിക്കാനാണ്? പറയുന്നു, റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. ദൈവം സർവ്വലോക പരിപാലകനും കൃപാനിധിയും പരമദയാലുവും വിധിനാളിന്റെ സർവാധിപനും ആകുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരമരുളുകയും ചെയ്യുന്നവൻ. വീണ്ടും പറയുന്നു, അൽ ഹയ്യുൽ ഖയ്യൂം, और तमाम जानों की जान അവൻ നിത്യജീവനും സർവജീവന്റെയും ജീവനും സർവസന്ധാരകനുമാകുന്നു. ഈ വചനത്തിൽ ദൈവം നിത്യജീവിയാണെന്ന് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. അവൻ എന്നും ജീവിച്ചിരിക്കുന്ന സനാതനല്ലെന്ന് വരികയിൽ അവൻ ഒരുപക്ഷെ നമ്മേക്കാൾ മുമ്പ് മരിച്ചു പോകുമോ എന്ന ശങ്ക ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. വീണ്ടും പറയുന്നു, അവൻ ദൈവം ഏകമാത്രനും എല്ലാത്തിനും അവലംബമായ അധീനാഥനും പുത്രനില്ലാത്തവനും പുത്രനല്ലാത്തവനും തുല്യനായിട്ടും इसी गरज के लिहाज ആരുമില്ലാത്തവനുമാണ്. പറയുന്നു, ഇസ്ലാം മതത്തിൽ അടങ്ങിയിരിക്കുന്ന സർവ്വ കൽപ്പനകളുടെയും ആകസാരം ഇതാണ്. ഇസ്ലാം എന്ന വാക്കിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പൊരുളിലേക്ക് മനുഷ്യരെ എത്തിക്കുക. ഈ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിനായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പ്രീതി കരസ്ഥമാക്കുന്നതിനുള്ള അധ്യാപനങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ അള്ളാഹുവിന്റെ സൗന്ദര്യം പ്രകടമാക്കുന്നു, ചില സ്ഥലത്ത് അവന്റെ ഉപകാരങ്ങളെ എടുത്തു പറയുന്നു. കാരണം ആരുടെയെങ്കിലും സ്നേഹം ഉണ്ടാകുന്നത് സൗന്ദര്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ ചെയ്ത ഉപകാര സ്മരണ കൊണ്ടായിരിക്കും. ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അള്ളാഹു തന്റെ സർവ്വ ഗുണങ്ങളോടും കൂടി ഏകനും പങ്കുകാരനില്ലാത്തവനുമാണ്. ഒരു ന്യൂനതയും അവനില്ല. എല്ലാ സമ്പൂർണ്ണ സൽഗുണങ്ങളുടെയും സമ്മേളിത രൂപമാണ് അവൻ. എല്ലാ ശക്തിപ്രഭാവങ്ങളുടെയും പ്രകടനസ്ഥാനമാണ്. എല്ലാ സൃഷ്ടികളുടെയും ഉത്ഭവസ്ഥാനമാണവൻ. എല്ലാ അനുഗ്രഹങ്ങളുടെയും നിർഗള സ്ഥാനവുമാണവൻ. मिलते हैं और मालिक है तमाम जज़ा सज़ा का। എല്ലാ അനുഗ്രഹങ്ങളും അവനിൽ നിന്നുമാണ് പുറത്തു വരുന്നത്. ശിക്ഷാരക്ഷയുടെ ഉടമസ്ഥനാണ് അവൻ. जो है उसी की तरफ लौटने वाला എല്ലാ കാര്യങ്ങളുടെയും മടക്കം അവനിലേക്കാണ്. और नजदीक है बावजूद दूरी എല്ലാ പ്രവർത്തനം അവനിലേക്ക് തിരിച്ചു പോകുന്നു. के। वो सब വളരെ അകലത്താണെങ്കിലും कह सकते हैं कि उसके नीचे അവൻ വളരെ അടുത്താണ്. വളരെ അടുത്താണെങ്കിലും അവൻ അകലത്തുമാണ്. ഏറ്റവും മുകളിലാണവൻ, എന്നാൽ അവനേക്കാളും താഴെ ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എല്ലാ വസ്തുക്കളെക്കാളും കൂടുതൽ മറഞ്ഞിരിക്കുന്നവനാണവൻ, എന്നാൽ അവനേക്കാളും കൂടുതൽ പ്രത്യക്ഷമായി മറ്റൊന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. അവൻ സ്വയം ജീവിച്ചിരിക്കുന്നവനാണ്, അവനോടൊപ്പം എല്ലാം ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. ഹയ്യ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം, ജീവിക്കുന്നവനും ജീവനം നിലനിർത്തുന്നവനും. അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്, उसको उठा रखा അവന്റെ കൂടെയാണ് എല്ലാം നിലനിൽക്കുന്നത്. എല്ലാ ഓരോന്നിനെയും അവനാണ് ചുമന്നിരിക്കുന്നത്, എന്നാൽ ആരും അവനെ ചുമന്നിട്ടില്ല. खुद पैदा हुई है या അള്ളാഹുവിലാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. सकती है। അവന്റെ ആശ്രയമില്ലാതെ ഒന്നും തന്നെ സ്വയം ഉണ്ടായിട്ടില്ല. മാത്രമല്ല അവന്റെ തണലില്ലാതെ സ്വയം ജീവിച്ചിരിക്കുന്നതും ഒന്നും തന്നെയില്ല. അവൻ എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുകയാണ്, എന്നാൽ ഏതു രീതിയിലാണ് വലയം ചെയ്തത് എന്ന് പറയാൻ കഴിയില്ല. ആകാശ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും പ്രകാശമാണ്. എല്ലാ പ്രകാശം അവനാൽ പ്രകാശിച്ചു. അവന്റെ അസ്തിത്വത്തിന്റെ പ്രഭാവമാണ് സകലതും. സർവലോക പരിപാലകനാണ് അവൻ. അവന്റെ പരിപാലനമില്ലാത്തതും സ്വയം നിലനിൽക്കുന്നതുമായ ഒരാത്മാവും തന്നെയില്ല. അവനിൽ നിന്ന് ലഭിക്കാത്ത ഒരു ശക്തിയും തന്നെ ഒരാത്മാവിനുമില്ല. സ്വന്തമായ ഒരു ശക്തിയും അവർക്കില്ല. അവന്റെ അനുഗ്രഹങ്ങൾ രണ്ട് തരത്തിലാണുള്ളത്. ആരും ഒന്നും ചെയ്യാതെ തന്നെ നേരത്തെ അവൻ നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ഭൂമി, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വെള്ളം, വെളിച്ചം, അഗ്നി, വായു, ഈ പ്രപഞ്ചത്തിലെ സർവ്വ കണങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ സുഖ സൗകര്യത്തിനായി അവൻ ഉണ്ടാക്കിയതാണ്. നമുക്ക് ആവശ്യമായ സർവ്വതും നമ്മുടെ സൃഷ്ടിപ്പിന് മുമ്പേ അവൻ ഉണ്ടാക്കി. നാം അസ്തിത്വത്തിൽ വരുന്നതിന് മുമ്പേയാണ് ഇവയെല്ലാം അവൻ ഒരുക്കി വച്ചത്. നമ്മുടെ ഒരു പ്രവർത്തനത്തിനും തന്റെ ഫലമായിട്ടല്ല ഇത്. സൂര്യൻ എന്റെ പ്രവർത്തന ഫലമായാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് വല്ലവർക്കും പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ സൽപ്രവർത്തനം കാരണമാണ് ഭൂമിയെ നിർമ്മിച്ചത് എന്ന് വല്ലവർക്കും പറയാൻ പറ്റുമോ? ചുരുക്കത്തിൽ മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് മുമ്പേ അള്ളാഹു പ്രകടമാക്കിയ കാരുണ്യമാണിത്. ഇവ ആരുടെയും കർമ്മഫലമല്ല. രണ്ടാമത്തെ കാരുണ്യം കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. സൽപ്രവർത്തി ചെയ്തവർക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകുന്നു. फिर ये आपने बयान फरमाया कि अब
खुदा तक पहुंचने के लिए एक ही रास्ता है, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ वो रास्ता ഇക്കാലത്ത് वसल्लम की ഒരേ ഒരു മാർഗമാണുള്ളത്. ആ മാർഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണ്. सच्चे और कामिल खुदा को പറയുന്നു, हमारी रूह और हमारा जर्रा നമ്മുടെ ആത്മാവും നമ്മുടെ ഓരോ അണുവും തന്നെ जिसके സർവശക്തനും സത്യസന്ധനും സമ്പൂർണനുമായ मखलूकात का ദൈവത്തിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അവന്റെ തിരുകരങ്ങളാൽ ഓരോ ആത്മാവും സൃഷ്ടികളുടെ ഓരോ അണുവും അതിന്റെ സർവശക്തി ഗുണങ്ങളോടുകൂടി ലോകത്തെ പ്രകടമാവുകയുണ്ടായി. അവന്റെ അസ്തിത്വ മുഖേനയാണ് സർവ്വത് നിലനിൽക്കുന്നത്. ഒന്നും തന്നെ അവന്റെ അറിവിൽ നിന്നും അവന്റെ കൈകാര്യ കർത്തൃത്വത്തിൽ നിന്നോ വിട്ടുനിൽക്കുന്നില്ല. അവന്റെ സൃഷ്ടിപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല. 1000 അനുഗ്രാശിസുകൾ പരിശുദ്ധനായ ആ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വർഷിക്കുമാറാകട്ടെ. കാരണം ആ മഹാത്മാ മുഖേനയാണ് നമുക്ക് സജീവനായ ആ ദൈവത്തെ പ്രാപിക്കാൻ കഴിഞ്ഞത്. ആ ദൈവം സ്വയം നമ്മോട് സംസാരിച്ച് തന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള സജീവ തെളിവ് നമുക്ക് നൽകുന്നു. അത്ഭുതകരമായ തന്റെ ശക്തിപ്രഭാവങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് തന്റെ എന്നെന്നുമുള്ള സമ്പൂർണ്ണ ശക്തിയുടെയും കഴിവുകളുടെയും പ്രകാശദീപ്തമായ മുഖം നമുക്ക് കാണിച്ചു തന്നു. അതിനാൽ जिसने अपनी ആ ദൈവത്തെ നമുക്ക് കാണിച്ചു തന്ന പ്രവാചകനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. തന്റെ സമ്പൂർണ്ണ കഴിവുകൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ദൈവത്തെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അവന്റെ ശക്തിപ്രഭാവങ്ങൾ എന്തുമാത്രം മഹത്തമായി ഉൾക്കൊള്ളുന്നതാണ്. അവനെ വിട്ടുകൊണ്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അവന്റെ സഹായമില്ലാതെ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. നമ്മുടെ സത്യവാനായ ദൈവം അനന്തമായ അനുഗ്രഹമുടയവനാണ്. അവൻ അനന്തമായ കഴിവുള്ളവനും അനന്തമായ സൗന്ദര്യമുള്ളവനും അനന്തമായി ഉപകാരം ചെയ്യുന്നവനുമാണ്. അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ऐसे लोगों के बारे में जो खुदा ताला को नहीं मानते, आप फरमाते हैं അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരെ കുറിച്ച് പറയുന്നു, कि खुदा की ज़ात गैबुल गैब और बराउल बरा और निहायत मख्फी वाक़या हुई, അള്ളാഹുവിന്റെ അസ്തിത്വം അതിസൂക്ഷ്മവും जिसका മറകൾക്ക് പിന്നിലുമാണ്. महज अपनी അവൻ അത്യന്തം ഗോപ്യവുമാണ്. മനുഷ്യബുദ്ധിക്ക് അതിന്റെ സ്വന്തം ശക്തി കൊണ്ട് അവനെ കണ്ടെത്താനാവില്ല. उसको सिर्फ അവൻ മറഞ്ഞിരിക്കുന്ന അസ്തിത്വമാണ്. इधर ये लोग कहते हैं कि जी हम अकल से खुदा ताला को किस तरह समझें, ബുദ്ധി കൊണ്ട് അവനെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. നിരീശ്വരവാദികൾ പറയുന്നത് ഞങ്ങൾക്ക് യുക്തിയുടെ അടിസ്ഥാന ദൈവത്തെ കാണണം എന്നുള്ളതാണ്. दरियाफ्त नहीं कर सकते, ബുദ്ധി കൊണ്ട് മാത്രം ദൈവത്തെ പ്രാപിക്കണം എന്നുള്ളതാണ്. दरियाफ्त नहीं कर सकते। ഇവിടെ പറയുന്നത് സ്വന്തം കഴിവുകൊണ്ട് മാത്രം ദൈവത്തെ പ്രാപിക്കാൻ കഴിയില്ല. ബുദ്ധിപരമായ ഒരു തെളിവും അവന്റെ അസ്തിത്വത്തെ പൂർണ്ണമായും തെളിയിച്ചു കാട്ടുകയില്ല. उसके वजूद पर कतई दलील नहीं हो सकती। കാരണം अकल की दौड़ और सही सिर्फ इस हद तक है कि इस आलम की ബുദ്ധിയുടെ ഓട്ടവും പരിശ്രമവും जरूरत महसूस ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് के किसी चीज ഇതിനെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം എന്ന फरमाया പരിധി വരെ മാത്രമേ എത്തുകയുള്ളൂ. महसूस करना और शय है। ഇതിനെ ആരോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ ഒരു സൃഷ്ടാവിന്റെ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. वजूद भी है അതോടൊപ്പം ഏതുതരം സൃഷ്ടാവിനെയാണോ നാം അനുമാനിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ള അറിവ് തികച്ചും വ്യത്യസ്തമാണ്. और बात है। അതായത് അള്ളാഹുവിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു കാര്യം, എന്നാൽ അള്ളാഹു ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ബുദ്ധിയുടെ രീതി ന്യൂനതയുള്ളതും അപൂർണവും बल्कि अक्सर സംശയാസ്പദവുമാണ്. അതുകൊണ്ടാണ് യുക്തിവാദികൾക്ക് ബുദ്ധി മാത്രം പ്രയോഗിച്ചുകൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ കഴിയാതെ പോയത്. ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് ദൈവത്തെ അറിയാൻ ശ്രമിച്ച ഭൂരിഭാഗം ആളുകളും അവസാനം നിരീശ്വരവാദികളായി തീർന്നത് കാരണം ഇതാണ്. പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അവർക്കൊരു ഗുണവും ചെയ്തില്ല. गौर करते हैं പ്രപഞ്ചത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നു, लेकिन इनमें से बहुत सारे लोग എന്നാൽ അവരിൽ അധികം പേരും നിരീശ്വരവാദികളായി മാറുന്നു. സയൻസിനെ കുറിച്ചിട്ടും മറ്റ് ഭൗതിക അറിവുകൾ അവർ നേടുന്നു, എന്നാൽ അവർക്ക് ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. कामलों पर ठट्ठा और हंसी करते हैं। नतीजतन क्या होता ബുദ്ധി മാത്രം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവർ അള്ളാഹുവിന്റെ വരിഷ്ഠദാസരെ പരിഹസിക്കുന്നു. है गए हैं അതിന്റെ ഫലമായിട്ട് അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ടവരെയും അള്ളാഹുമായി പ്രത്യേക ബന്ധം നിർത്തുന്നവരെയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെയും है कि ഇവര് പരിഹസിക്കുന്നു. दवाई जाती हैं അവർ ഇതിന് തെളിവായി പറയുന്നത് പ്രപഞ്ചത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത ആയിരക്കണക്കിന് വസ്തുക്കൾ ഞങ്ങൾ കാണുന്നുണ്ട് എന്നാണ്.
ഞങ്ങൾ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വസ്തുവും ഇവയിൽ ഇല്ല എന്നാണ്. മറിച്ച് വ്യർത്ഥവും അനാവശ്യവുമായ വസ്തുക്കളാണ് ഇവയെല്ലാം. ദുഃഖകരമെന്നല്ലാതെ എന്ത് പറയാൻ? तो इसलिए जरूरत അതായത് ബുദ്ധി അതുവരെ എത്തുന്നില്ല. है कि अफसोस वो नादान नहीं जानते എന്നിട്ട് അവർ പറയുന്നു ഇതിന് ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നു ദുഃഖകരമെന്നല്ലാതെ എന്ത് പറയാൻ? ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കാരണം ആ വസ്തു ഇല്ല എന്ന് വരില്ല എന്നുപോലും ഇവർ അറിയുന്നില്ല. जो अपने ഇങ്ങനെയുള്ളവർ ഇക്കാലത്ത് ലക്ഷക്കണക്കിനുണ്ട്. अब तो ये करोड़ों में हो गए. അവർ തങ്ങളെ ഒന്നാം നമ്പർ ബുദ്ധിമാന്മാരും യുക്തിവാദികളുമായി കണക്കാക്കുന്നു. ഇപ്പോൾ ഇവർ കോടിക്കണക്കിനായിട്ടുണ്ട്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. का जो खाना था बिल्कुल खाली होता चला जा रहा ആത്മീയത ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്. है. अल्लाह ताला के वजूद से सख्त मुनकिर है. अब जाहिर है कि अगर कोई अकली दलील അവർ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ശക്തിയായി നിഷേധിക്കുന്നവരാണ്. इनकार न ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ബുദ്ധിപരമായ ദൃഢമായ തെളിവ് അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ദൈവനിഷേധികളായി മാറുമായിരുന്നില്ല. ठट्ठे और हंसी के साथ खुदा ताला के वजूद से मुनकिर അവർക്ക് സർവേശ്വരനെ കുറിച്ച് ബുദ്ധിപരമായ ദൃഢജ്ഞാനം കൈവന്നിരുന്നുവെങ്കിൽ നിർലജ്ജതയോടും कराने के लिए काफी हो. പരിഹാസ്യത്തോടും അപഹാസ്യത്തോടും കൂടി അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരായി അവർ മാറില്ലായിരുന്നു. अक्सरियत दुनिया की कर അള്ളാഹുവിനെ അവർ പരിഹസിക്കുമായിരുന്നില്ല, നിഷേധിക്കുമായിരുന്നില്ല. फलसफियों की किश्ती पर बैठ ലോകത്തിൽ അധികം പേരും ഈ രീതിയിലാണുള്ളത്. पा सकते അതിനാൽ യുക്തിവാദികളുടെ കപ്പലിൽ ഇരുന്നു കൊണ്ട് സംശയങ്ങളുടെ വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറാൻ ആർക്കും കഴിയില്ല. रूहानियत से दूर हट के देखना है तो फिर जो ആത്മീയത ഇല്ലാതെ हस्ती के बारे में ഭൗതികതയിലൂടെ മാത്രം ദൈവത്തെ കാണാൻ ശ്രമിച്ചാൽ അവന് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. गर्क होगा അങ്ങനെയുള്ളവ തീർച്ചയായും മുങ്ങിത്താഴുന്നതാണ്. और हरगिज ഒരിക്കലും സംശുദ്ധമായ തൗഹീദിന്റെ പാനീയം അവർക്ക് ലഭിക്കുകയില്ല. ഇവിടെ ഒന്ന് ചിന്തിക്കുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീലത്തില്ലാതെ തൗഹീദ് ലഭിക്കും എന്ന ചിന്ത എന്തുമാത്രം വ്യാജവും ദുർഗന്ധപൂരിതവുമാണ്. ആത്മീയമായ സഹായി കൂടി വേണ്ടതാണ്. ആത്മീയമായ സഹായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇതിലൂടെ മാത്രമേ ജനങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അല്പജ്ഞാനികളെ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ദൃഢജ്ഞാനമില്ലെങ്കിൽ അള്ളാഹുവിന്റെ തൗഹീദിൽ എങ്ങനെ വിശ്വാസം വരാനാണ്? അതിനാൽ ദൃഢമായ തൗഹീദ് നബി മുഖേന മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതിൽ ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് നാട്ടിലുള്ള നിരീശ്വരവാദികളെയും മതനിഷേധികളെയും ആയിരക്കണക്കിന് ആകാശീയ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഇതുവരേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്പൂർണമായും സത്യസന്ധമായും പിൻപറ്റുന്നവർ ഇങ്ങനെയുള്ള അടയാളങ്ങൾ നിരീശ്വരവാദികൾക്ക് മുമ്പേ സമർപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ജീവ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന് ദർശിക്കാൻ കഴിയാത്തതുവരെ ശൈത്താൻ അവന്റെ മനസ്സിൽ നിന്നും പുറത്തു പോവുകയില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥ തൗഹീദ് അവന്റെ മനസ്സിൽ പ്രവേശിക്കുകയില്ല. ശരിയായ നിലയിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാനും കഴിയില്ല. ഈ പരിപൂർണവും സമ്പൂർണമായ തൗഹീദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മാത്രമേ ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ദൃഢജ്ഞാനം ഉണ്ടാകുന്നതിനും അള്ളാഹുവിലേക്ക് മനുഷ്യൻ പൂർണ്ണമായും തിരിയുന്നതിനുമായി വേദനയോടുകൂടി ആ മഹാത്മാവ് ഇപ്രകാരം ഉപദേശിക്കുന്നു: मगर वही देखते हैं जो सिद्ध നമ്മുടെ ദൈവത്തിൽ അസംഖ്യം അത്ഭുതങ്ങളുണ്ട്. സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി और उसके साथ അവന്റേതായിത്തീരുന്നവർക്ക് മാത്രമാണ് അത് കാണാൻ സാധിക്കുക. അവന്റെ ശക്തിപ്രഭാവങ്ങളിൽ വിശ്വസിക്കാത്തവരുടെയും അവനോട് സത്യസന്ധതയും വിശ്വസ്തതയും കാണിക്കാത്തവരുടെയും മേൽ അവൻ അത്ഭുതങ്ങൾ വെളിപ്പെടുത്താറില്ല. സർവശക്തനായ ഒരു ദൈവം ഉണ്ടെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവൻ എത്രമാത്രം നിർഭാഗ്യവാൻ. നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമത്രേ. നമ്മുടെ ഉന്നതമായ ആനന്ദാനുഭൂതികൾ നമ്മുടെ ദൈവത്തിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവനെ കണ്ടിരിക്കുന്നു, എല്ലാ സൗന്ദര്യങ്ങളും അവനിൽ കണ്ടെത്തിയിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടാലും സ്വന്തമാക്കേണ്ട സമ്പത്താണ് അവൻ. ജീവനും സർവസ്വവും നഷ്ടപ്പെട്ടാലേ ലഭ്യമാകൂ എന്ന് വന്നാലും വില കൊടുത്തു വാങ്ങേണ്ട രത്നമാകുന്നു അത്. അല്ലയോ ഹതഭാഗ്യരെ, ഇതാ ഈ നീർധാരയിലേക്ക് ഓടിയെടുക്കുകയും അത് നിങ്ങളെ വയറു നിറയെ കുടിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുന്ന ജീവസ്രോതസ്സാണിത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ സന്തോഷ വർത്തമാനം ഹൃദയങ്ങളിൽ കുടിയിരുത്തുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാ നിങ്ങളുടെ ദൈവം എന്ന് ഏത് ചെണ്ട കൊട്ടിയാണ് ഞാൻ വിളംബരം ചെയ്യേണ്ടത്? ലോകർ കേൾക്കുമാറാകാൻ, ലോകരുടെ കാത് തുറപ്പിക്കാൻ ഏത് ഔഷധം കൊണ്ടാണ് ഞാൻ ചികിത്സ ചെയ്യേണ്ടത്? ഈ ജീവനുള്ള അള്ളാഹുവിന്റെ സന്ദേശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പ്രിയ പ്രേമിയെ അനുകരിച്ചുകൊണ്ട് ലോകത്ത് എത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. जिंदा खुदा है, मौजूद है. ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് ലോകത്തോട് പറയുന്നവരായി നാം മാറട്ടെ. അവൻ ഇപ്പോഴും കേൾക്കുന്നു, അടയാളങ്ങൾ പ്രകടമാക്കുന്നു. അവനിലേക്ക് വരിക എന്നവരോട് പറയുക. और इस तालीम पर अमल करने वाले हों, उसकी इबादत का हक अदा करने നാം ആ ദൈവത്തോട് സജീവന്തം നിലനിർത്തുന്നവരായി മാറട്ടെ. बात का सही इदराक ഈ അധ്യാപനങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറട്ടെ. അവനോടുള്ള ആരാധനയുടെ തേട്ടം പൂർത്തിയാക്കുന്നവരായി മാറട്ടെ. അവന്റെ സിഫത്തുകളെ കുറിച്ച് ശരിയായ അറിവ് കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. അവന്റെ പാരിതോഷികങ്ങൾക്ക് അവകാശികളായി മാറട്ടെ. നാമും നമ്മുടെ മക്കളും എല്ലാതരം ശിർക്കിൽ നിന്നും പൂർണ്ണമായി മുക്തരാകുകയും ചെയ്യട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.